സോ ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും റിതൂസ് വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളിവിടെ വയനാട്ടിൽ എണ്ണൂരിലോട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതുവരെ കാണാത്ത കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ഞാനിവിടെ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. ഞങ്ങൾ ഫാമിലി ആയിട്ടാണോ ചോദിച്ചാൽ ഫാമിലി തന്നെയാണ്, പക്ഷേ കുറച്ച് ആൾക്കാരുള്ളൂ കേട്ടോ. ഞാനും എൻ്റെ മാമൻ്റെ മോനും പിന്നെ അച്ഛനും അച്ഛനും ഞങ്ങൾ ഈ ഒരു 5 ആൾക്കാർ മാത്രമാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് നല്ല പച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേ ഇങ്ങനത്തെ മുള പോലത്തെ ബുഷ് പോലത്തെ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ഈ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ നല്ല കാഴ്ചകളായിരുന്നു ഇത് പറയുന്നത് കുഞ്ഞാറ്റേൻ്റെ. അപ്പം ഇത് പറയാനൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമൊക്കെയാണ് കേട്ടോ ഇതൊക്കെ കണ്ടപ്പോൾ തോന്നിയത്. ഇവിടെ കുറേ പെയിൻറ്റിങ്സൊക്കെ ഉണ്ട്, അതും പണ്ടത്തെ ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെ കണ്ട് മനസ്സിലായിട്ടുണ്ട്, പക്ഷെ എങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ ഇനിയും കുറേ ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ പെയിൻറ്റിങ്സ് വരച്ച് വെച്ചിട്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ ആരെ വരച്ചതെന്നൊന്നും പക്ഷേ നമുക്കറിയത്തില്ല കേട്ടോ. ഇവിടെ ട്രൈബൽ പീപ്പിൾസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറേ വയസ്സായവരൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പഴയ വീഡിയോകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഒരു ഇതൊക്കെ തോന്നും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവായതുകൊണ്ടാണ്. പാർക്കൊക്കെ ഉണ്ട്, പക്ഷെ അവിടുത്തെ പണി കഴിയാത്തതുകൊണ്ട് അങ്ങോട്ട് അലൗഡ് അല്ല. ഇവിടെ കുറേ നല്ല ഭംഗിയുള്ള കുഞ്ഞ മഞ്ഞപ്പൂവൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ കസിന്. ഇവനൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ കട്ടായി പോയത് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലേ. അപ്പോൾ അവൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് തരുൺ ZV എന്നാണ്. പിന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യരുത് പ്ലീസ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങളൊരു വീടിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അവിടെ പണ്ടത്തെ സാധനങ്ങളൊക്കെ കണ്ടതാണ് കേട്ടോ. പിന്നെ അവിടെ കുറേ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഡീറ്റെയിലായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിലൊരു സങ്കടമൊക്കെ ഉണ്ടെങ്കിലും പിന്നീട് ഇതൊക്കെ എടുത്തിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഇനിയും കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ എണ്ണൂരിൽ. നല്ല ഇതൊക്കെ കണ്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ കുറേ ഓല കൊണ്ടുണ്ടാക്കി കുറേ സംഭവങ്ങളുണ്ട്. ഒരു മുത്തശ്ശനും ഉണ്ടായിരുന്നു.